ഈ പിള്ളാരെയും കൊണ്ട് തോറ്റു. ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇനി നോക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. എവിടെ കൊണ്ടിട്ടോ? ഈ ശനി ഞായറെങ്കിലും അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. അപ്പോഴൊടുക്കത്തെ ഒരു ഹോംവർക്ക്. അതിനൊക്കെ ഒരു യോഗം വേണം. എന്നെ കണ്ടില്ലേ, ലൈഫ് ടൈം ഫുൾ വെക്കേഷനാ. നോ വർക്ക്, നോ സ്ട്രെസ്, ഓൺലി ഫുഡ് ആൻഡ് റെസ്റ്റിംഗ്. ഒന്ന് എണീറ്റ് പോടി, അവളുടെ ഒരു ഊള തമാശ. പാവങ്ങൾ, നല്ല ദേഷ്യമുണ്ട് എന്നോട്. ദേവു, മുടി ചെയ്യണ ചീപ്പ് എവിടെ? അവിടെ എവിടെയും കാണും. ഈ വീട്ടിലെങ്ങും കാണാനില്ല, അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. അതിന് എനിക്കെങ്ങനെ അറിയാനാ? അതല്ലേ പ്രശ്നം. ആവശ്യം വരുമ്പോ എടുത്തിട്ട് ബോധം ഇല്ലാതെ അവിടെ എവിടെയും കൊണ്ടിടും. എന്നിട്ട് ചോദിക്കുമ്പോ കൈമലത്തും. അമ്മ എന്താ എന്നോട് മാത്രം ദേഷ്യപ്പെടണേ? ഇവളുടെ തലയിലും മുടിയില്ലേ? എന്റെ മുടി അമ്മയല്ലേ ചീക്കാറ്? ഞാനാണെങ്കിൽ മുടി ചെയ്യാറില്ല, അതുകൊണ്ട് എന്നെ സംശയിക്കണ്ട. ഓഹോ, അപ്പൊ ചുരുക്കി പറഞ്ഞ ചീപ്പ് മിസ്സിങ്. ഓ, ഞാൻ എവിടെ പോയി തരും ഇത്? അമ്മ കളിപ്പഴി തുടങ്ങി, നിങ്ങൾ സൂക്ഷിച്ചോ. എന്തേലും ആവട്ടെ. ചേച്ചി, ഈ സണ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടോ? ഇതൊക്കെ എഴുതി തീരുമ്പത്തേക്കിനും മണ്ടയാവും. പിന്നെ എങ്ങനെ പോവാനാ? എന്ന് നമുക്ക് മാമനെയും കുട്ടി മീൻ പിടിക്കാൻ പോയാലോ? അതൊരു പൊളി ഐഡിയ ആണ്. നമുക്ക് നാടൻ മീൻ പൊരിച്ചടിക്കാം. എന്നിട്ട് വേണം അമ്മ നമ്മളെടുത്ത് പൊരിക്കാന്. നടക്കണ കാര്യം ഉണ്ടെങ്കിൽ പറ. അത് നടക്കൂലേ, പിന്നെ എന്തിനീ ജീവിതം? അച്ഛൻ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. എന്തായിരുന്നു പഠിക്കുന്നത്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കാ. നടക്കട്ടെ. കയ്യിലെന്തോ ഒരു പൊതിയുണ്ടല്ലോ. പാപ്പി വന്നായിരുന്നോ? എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. ഇതെന്താ കയ്യില്? ഇത് കുറച്ച് പിണ്ണത്തൈലാണ്. പിണ്ണതൈലോ? അപ്പാപ്പിക്ക് ഇപ്പൊ എന്തിനാ പിണ്ണതൈലോ? നമ്മൾ സന്ധികളിലൊക്കെ വേദനയ്ക്ക് ഫസ്റ്റ് ആണെന്ന് പിന്നെ യൂട്യൂബിൽ കണ്ടായിരുന്നു. യൂട്യൂബിലോ? എന്തോ വശപ്പശക ഉണ്ടല്ലോ. നീ തന്നെ, ഞാൻ നോക്കട്ടെ. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ അങ്ങനെ കാണണ്ട. അവളെ ഒരു ചോദ്യം ചെയ്യല്. എൻ്റെ ദൈവമേ, എനിക്കിത് ഒറ്റയ്ക്ക് കുടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. നീയായിരുന്നോ? പേടിച്ചു പോയല്ലോ. എന്താ ഇപ്പൊ അൽമാരിൽ വെച്ച് കൂട്ടിയത്? അത് പിണ്ണത്തൈലോ, പിണ്ണത്തൈലം അതാണ്. ഓ, പിണ്ണതൈലാണല്ലേ. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര മേലുവേദന. എനിക്ക് കൂടെ എന്താ? നീ അതിന് ആയുർവേദമല്ലല്ലോ, അലോപ്പതി അല്ലേ. അതിനെന്താ? അതിനൊന്നുമില്ല. പക്ഷെ എൻ്റെ പിണ്ണത്തൈലം കൊണ്ട് നീ അങ്ങനെ അസുഖം മാറ്റണ്ട. ഓ, അങ്ങനെയാണല്ലേ. എങ്കിൽ ശരി. ശരി, സ്ഥലം വിട്ടോ. മൈ ഡിയർ ലവ്. എന്താ ചേച്ചി? ഒന്നുമില്ല. ഇവള് കണ്ടോ പണിയാവും. ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാം. മൈ ഡിയർ ലവ്, നിന്നെ കാണാൻ മാത്രം എന്നും ബസ് സ്റ്റോപ്പിൽ വന്നു നിന്ന ഈ ഉണ്ടക്കണ്ണനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ആളെ മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ കലിപ്പൻ്റെ കാന്താരി ആവാൻ സമ്മതമാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അയച്ച റിക്വസ്റ്റിന് ആക്സെപ്റ്റ് ചെയ്യണേ. പച്ച ലൈറ്റും കത്തിച്ച് ഞാൻ കാത്തിരിക്കും എന്ന് നിന്റെ സ്വന്തം ഉണ്ടക്കണ്ണൻ. അയ്യേ, 10 വീര ശങ്കർ. ഈ നാണല്ലാത്തവന് എന്തിൻ്റെ അസുഖമാണ്? എന്നാലും എൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ അവനിതെങ്ങനെ വെച്ചു?
അല്ലെങ്കിൽ വേണ്ട, അവൻ്റെ അടുത്ത് ചോദിക്കുമ്പം തെളിവ് വേണം. തെണ്ടിക്ക് ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാനിനി എവിടെ ഒളിപ്പിക്കും? തൽക്കാലം പോക്കലിടാം. ഹായ് വിദേശി, ഇതാണല്ലേ ആ കണവൻ്റെ പിണ്ണതൈലം. ഇന്ന് ഞാൻ പൊളിക്കും. ചേച്ചി ഇനി ഞാൻ ഗെയിം കളിക്കട്ടെ? നിക്കടി, ഞാൻ ഈ ലെവലൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പത്തേക്കും അമ്മ മൊബൈൽ വാങ്ങും. രണ്ടും കൂടെ ഫോണിൽ കളിയാണല്ലോ. ഉണ്ണിമോൾ വിളിക്കട്ടെ? അയ്യോ മാമ ചതിക്കല്ലേ. നശിപ്പിച്ച്. മാമന് വേറെ എവിടെയും പോയിരുന്നൂടെ? ഞാൻ നിന്റെ മാമനാണ്, കുറച്ച് ബഹുമാനൊക്കെ ആവാ. ഓ, നിക്ക് ഇനി ഞാനും കളിക്കട്ടെ? ഇതും കൂടെ ഒന്ന് കഴിയട്ടെ. അതെങ്ങനെയാ? കുറേ മൊബൈൽ തോണ്ടുന്നല്ലാതെ ആൾക്കാരോട് പെരുമാറേണ്ടത് അങ്ങനെ അറിയോ? എല്ലാം ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. മാമന് തീരെ വയ്യേ. സമയം കിട്ടിയ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ ഞങ്ങളെ കുട്ടിക്കാലം. ഇന്നത്തെ തള്ളു തുടങ്ങി. പാടത്ത് ഫുട്ബോൾ കളിയും തോട്ടിൽ മീൻ പിടിക്കലും മാങ്ങി കല്ലെറിയലും പുഴയെ കുളിക്കലും, ഓർക്കുമ്പോൾ തന്നെ എന്തൊരു സുഖം. ഞങ്ങൾക്ക് ആർക്കും അത്ര സുഖമല്ല. ഞാൻ ഉണ്ണിമോളെ വിളിക്കണോ? എന്താ മാമനും പിള്ളേരും കൂടെ ഒരു ലഹള? മൊബൈൽ ഗെയിം കളിക്കാൻ രണ്ടും കൂടി. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് തറുതല. അത് ശരി. ദേവാ ഫോണിങ് തന്നെ. അമ്മ പ്ലീസ് കുറച്ച് നേരം കൂടെ കളിക്കട്ടെ. തൽക്കാലം കളിച്ചത് മതി ട്ടോ. എന്ത് കഷ്ടാണ്. ഇതിലും നല്ലത് സ്കൂളിൽ പോണതേന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കളിച്ചാ പോരെ? ബാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗെയിം കളിക്കാം. ഓ, ഞാനില്ല. ഒരു വെറൈറ്റി ഗെയിമാണ്, ത്രില്ലിംഗ് ഗെയിം. ജയിക്കുന്നവർക്ക് 1000 രൂപ സമ്മാനം കിട്ടും. എന്നാ ഞാനുണ്ട്. എന്നാ പിന്നെ ഞാനും. ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും കൂടാം. അമ്മ ഗെയിം എന്താന്ന് പറ. ക്യാഷ് ഫണ്ട്. ഓ, ഇപ്പത്തെ ട്രെൻഡ്. അതന്നെ. നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് ഞാനൊരു 1000 രൂപ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് 5 മണിക്ക് മുമ്പ് ആര് കണ്ടുപിടിക്കുന്നോ അവർക്കുള്ളതാണ് ആ പ്രൈസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കിഡിൽ മേക്കപ്പ് ബോക്സ് വാങ്ങാം. പിന്നെ ഒരു മന്തി. ഞങ്ങൾ റെഡി. എന്നാ ഞാനും. എന്നാ തുടങ്ങിക്കോ. മുക്കും മൂലയും മൊത്തം അരിച്ചു പെറുക്കിക്കോ. ചോറൊന്നും മടുത്ത്. എവിടെ പൈസ? അയ്യോ, വയ്യ, കുഴങ്ങി. ഇതെന്നെങ്ങാനും കിട്ടാവോ? കിട്ടണമെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, തെരഞ്ഞു നോക്കണം. മാമനൊന്ന് മാർക്ക്, എനിക്കിവിടെ നോക്കണം. എന്തിനു ഇവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ? എന്നിട്ട് ഇത്ര നേരം നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. ഇനി ഞാൻ നോക്കട്ടെ. മാറി കൊടുക്കേട്ടാ, അവരത് നോക്കട്ടെ. അതൊന്നും വേണ്ട, വേറെ എത്ര സ്ഥലമുണ്ട്. ഇവിടെ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ. വേറെ എവിടേക്കും പോയി നോക്ക്. കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഇങ്ങോട്ട് മാറും. ദേവു വേണ്ട, തുറക്കരുത് ഇത്. ഇത് അപ്പാപ്പിയുടെ പിണ്ണതയിലല്ലേ?
അമ്മ ഇത് മറ്റതാ. അച്ഛൻ അമ്മേനെ പറ്റിച്ചതാ. അച്ഛന്റെ കയ്യിൽ നിന്ന് സാധനം അടിച്ചു മാറ്റിയിട്ട് ഒളിപ്പിച്ച് വെച്ചതാണല്ലേ കള്ള. വെട്ട് അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അങ്ങനെ ഇപ്പൊ ആരും കുടിക്കണ്ട. എടി മഹാഭാവി, ഒരു തുള്ളി പോലും ബാക്കി വെച്ചില്ലടി. ഇനി മേല ഈ സാധനം ഇവിടെ കയറ്റി പോയക്കരുത്. അല്ല, എല്ലാരും തോൽവി സമ്മതിച്ചോ? ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? കയ്യിലുള്ളത് പോയി. ഇനി 1000 എങ്ങനെ കണ്ടുപിടിച്ച് വൈകുന്നേരം ഒരു കുപ്പി വാങ്ങണം. ഞങ്ങള് റെഡിയാണ്. മാമന് ചിലപ്പോ ക്ഷീണം കാണും. ഞാനും റെഡി. മുമ്പോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കണ ശീലം ഈ അർജുന കുട്ടിക്കില്ല. കാണാം. കാണാം. എന്നാ തുടങ്ങിക്കോ. വേഗം നോക്കോ, 5 മണിയാവാനായി. അയ്യോ, 5 മണി പറഞ്ഞിട്ട് 6 മണിയായി. അയ്യോ വയ്യ. എല്ലാരും ക്ഷീണിച്ചോ? എന്നാ തെരച്ചിൽ നിർത്തിക്കോ. അപ്പൊ ക്യാഷ് ഉണ്ട്? സത്യം പറഞ്ഞ ഞാൻ ഈ വീട്ടിൽ എവിടെയും പൈസ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. പിന്നെ അപ്പൊ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 മണിക്കൂർ ഞങ്ങൾ വട്ടി കളിപ്പിക്കാനോ നീ? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വാ. ദിയാ, ആ 2 സാധനങ്ങളോട് എടുത്തോ. അകത്തോട്ട് വിളിച്ചിട്ട് അടുത്ത പണിയറാണോ? ദാ ഇത് കണ്ടോ? എന്താ അത്? കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ വീട്ടിൽ നിന്ന് കാണാതായ സാധനങ്ങളാ. ഇത് നിങ്ങളെയും കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ ക്യാഷ് ഹണ്ടിങ്. അതിൽ ചേട്ടൻ പെട്ടുപോയതാ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അമ്മ. ഇതൊരുമാതിരി പണിയായി പോയി. അടുക്കും ചിട്ടയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതിലും ഭേദം വല്ല കൂലിപ്പണിക്ക് പോണതായിരുന്നു. അതാണെങ്കിൽ ഈ സമയം കൊണ്ട് 1000 രൂപ കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ഈ വീഡിയോ പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. അത് ശരി, അതിനിടയിൽ വേറെ ബിസിനസ്സും. അങ്ങനെ മേക്കപ്പ് ബോക്സിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ പോവാ. ഞാനും. അയ്യോ, ലെറ്റർ ആർക്കെങ്കിലും കിട്ടിയ തീർന്നു. അപ്പൊ ഇതിനാണല്ലേ നീ സ്കൂളിൽ പോകുന്നതൊക്കെ? മമ്മ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. മൊട്ടയെന്ന് വിരിയുന്ന മുമ്പേ അവക്ക് പ്രേമം ശരിയാക്കി തരാം. അന്ന് പേപ്പർ കിട്ടിയപ്പോ നീ എന്നെ ഒന്ന് പെടുത്തി. അതിനെല്ലാം ചേർത്തിട്ട് നിനക്ക് ഇന്ന് ഞാൻ തരുന്നുണ്ട്. എനിക്ക് പ്രേമൊന്നുമില്ല. കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് പേപ്പർ കിട്ടിയപ്പോ നീ എന്നെ ഒന്ന് പെടുത്തി. അതിനെല്ലാം ചേർത്തിട്ട് നിനക്ക് ഇന്ന് ഞാൻ തരുന്നുണ്ട്. അയ്യോ മാമ ചതിക്കല്ലേ, സത്യതൊന്നും അല്ല. സത്യം എന്താന്നൊക്കെ നീ നിന്റെ അമ്മയോട് പോയി പറഞ്ഞാൽ മതി. നീ ഇനി കാണാൻ പോകരുത് இந்த അർജുന കുട്ടിയുടെ ആട്ടത്തെ. ഉണ്ണിമോളെ